ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്ന് കൊടുക്കുന്നത് നിർത്തുക. ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് വലിയ കപ്പലിനെ മുക്കി കളയാനാകും. വിഡ്ഢിയാക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്. കുറ്റബോധങ്ങളില്ലാത്ത ഭൂതകാലവും ആത്മവിശ്വാസമുള്ള വർത്തമാനകാലവും ഭയപ്പാടില്ലാത്ത ഭാവി നൽകും. നമ്മൾ ദുർബലരാണെന്ന് പറയാൻ അവർക്കും അല്ലെന്ന് തെളിയിക്കാൻ നമുക്കും അവകാശമുണ്ട്. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിന്റെ വാതിലുകൾ തുറന്നിടരുത്. ലക്ഷ്യമില്ലാതെ തൊടുത്തുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. താഴോട്ട് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മഴവിൽ കാണാൻ സാധിക്കില്ല. സന്തോഷം നമ്മൾ തന്നെ സമ്പാദിക്കണം. വേദന മറ്റെല്ലാവരും നമുക്ക് സൗജന്യമായി നൽകും. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവഗണനയെ പേടിക്കണം, കാരണം അത് വെറുപ്പ് കൊണ്ടാണ്. ചേർത്ത് പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്ത് പിടിക്കലുകളാണ്. ഭൂതകാലം എത്ര കഠിനമാണെങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യവും പുനരാരംഭിക്കാനാകും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നേട്ടത്തിന്റെ മൂല്യം അത് നേടിയെടുക്കുന്നതിൽ തന്നെയാണ്. പ്രായമെന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകളായി തീരണം. ബാലിശ്യമായ കഴമ്പില്ലാത്ത ചോദ്യങ്ങളെ നിസ്സാരമായി കളിയാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെയാണ് തെളിയിക്കുന്നത്. ഒന്നും ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത സ്ത്രീ എല്ലാം അർഹിക്കുന്നു. ഒരു മനുഷ്യനെ അവന്റെ ഉത്തരങ്ങളെക്കാൾ അവന്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.